ഇത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഒരു നാണക്കേടോ ബുദ്ധിമുട്ടോ ഉണ്ടാവത്തില്ല. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇത് എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ലാലേട്ടനായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നാണം കെടാൻ പോകുന്നത്. കാര്യം നേരിട്ട് നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതായത് പത്രസമ്മേളനത്തിൽ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടൊരു 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള 5 ക്വസ്റ്റ്യൻസ്. പിണറായില്ല, പരനാറി വിജയൻ എന്ന് പറയണം. രാഹുൽ വന്നിറങ്ങുന്ന സമയത്ത് വളരെ പോസിറ്റീവായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പോകുമ്പോൾ വളരെ നെഗറ്റീവായിരുന്നു. തൊട്ടു പിന്നാലെ പ്രശോഭിൻ്റെ വിഷയം വരുന്നു. അപ്പോൾ ഇത് ഒരു തിരിച്ചടിയായിട്ടും അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ പിഷാരടി എന്നൊരു സ്ഥാനാർത്ഥിയെ? ഈ നുണ നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്ട്സ് ഉണ്ട്. അത് വേഗം പറയാം. അഖിലേട്ടന് നല്ല ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. അഖിലേട്ടന് വല്ലാതെ ഫീൽ ആയിട്ടുണ്ട്. അഖിലേട്ടൻ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നലകളിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഹായ്, ഇപ്പോൾ ഞാൻ വെച്ച എല്ലാ വീഡിയോ ക്ലിപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗം ഞാൻ വെച്ച് തരാം. ആദ്യം തന്നെ പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചാലും എന്നെ പേഴ്സണലി ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തീർക്കും. ഇവിടെ പിണറായി വിജയൻ തെറ്റ് ചെയ്താലും, VD സതീശൻ തെറ്റ് ചെയ്താലും, നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി ആര് തെറ്റ് ചെയ്താലും ഞാൻ പേഴ്സണലി സംസാരിക്കും. കാരണം 1,30,000 ഫോളോവേഴ്സ് എനിക്കുണ്ട്. ആ ഫോളോവേഴ്സിനെ നമുക്കൊരിക്കലും പറ്റിക്കാൻ സാധിക്കില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്ന് ലാലേട്ടനെ വെച്ചിട്ട് പിണറായി വിജയൻ എത്രയോ പൈസ മുക്കുകയാണ്. അതിൻ്റെ തെളിവടക്കമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിനുശേഷം പൊന്നു പ്രേക്ഷകരെ നടുക്കുന്നൊരു ഫോൺ സംഭാഷണം പുറത്തായിട്ടുണ്ട്. അതായത് പിണറായി വിജയനോട് 5 ചോദ്യം ചോദിക്കാമെന്ന് എഴുതിയിട്ട് കൊണ്ടുപോകുന്നു മാധ്യമങ്ങൾ. പക്ഷേ അതിൽ ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കുന്നില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു യുവാവ് മറ്റേ റിപ്പോർട്ടറിനോടും ഏഷ്യാനെറ്റിനോടൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഞാൻ പ്ലേ ചെയ്ത എല്ലാ അൻസാരി ദുഹുരി ഉസ്താദ് നല്ലോണം അഖിൽ മാരാർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് വലിയ വിവാദമാണ്. അതൊക്കെ നിങ്ങൾ കേൾക്കണം. അപ്പോൾ നമുക്ക് ഒന്നൊന്ന് തുടങ്ങാം. ആദ്യം പിണറായി വിജയനെ തെറി വിളിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പ് പൊന്നു പ്രേക്ഷകരോട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പിണറായി വിജയൻ ചെയ്യുന്ന ഈ വൃത്തികേട് നാലാളിലേക്ക് എത്തണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ വീട്ടിൽ 600 രൂപ കൊടുക്കുന്നു, എന്റെ അനിയ 600 രൂപ കൊടുക്കുന്നു, ഇവിടെ 1200 രൂപ. ഇതിന്റെ ബിൽഡിംഗ് ടാക്സ് എത്ര രൂപയെന്നറിയോ? 1ഉം 2ഉം അല്ല, 3600 രൂപയായതാ. ടാക്സും ഇൻഷുറും ഞങ്ങൾക്ക് 600 രൂപയുള്ളായിരുന്നു തൊഴിൽക്കാരുമായിട്ട് വന്നുകൊണ്ടിരുന്നത്. വെറും 600 രൂപ, ഇപ്പൊ 1200. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിലാണ് ഈ മാറ്റം ഉണ്ടായത്. പിണറായില്ല, പരനാറി വിജയൻ എന്ന് പറയണം. അവൻ ഒറ്റ ഒരുത്തനായി ഈ നാറിത്തരം എല്ലാം ഇവിടെ കാണിച്ചു വെച്ചു. ചെറ്റ, വെറും ചെറ്റ. അറിയോ? ഒരു മാറ്റം വരാൻ നമുക്ക് വോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ട്, എന്റെ വോട്ട് ഇവിടെ അല്ല, നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് ചെയ്യാം. പോട്ടെ. എന്താ അല്ലേ ഇത്? CPM സ്ഥാനാർത്ഥി എന്നാണ് ഇതിൻ്റെ താഴെ കമന്റ് ഇട്ടത്. എനിക്ക് പേഴ്സണലി അറിയില്ല എന്ത് ചങ്കൂറ്റത്തോടെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാനൊരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, പ്രതികരിക്കേണ്ടതാണ്. നമ്മൾ പ്രതികരിക്കണം, പേടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു സാധാരണക്കാരന് വീട് വെക്കണമെങ്കിൽ എന്തൊക്കെ പേപ്പർ വേണം? പേപ്പർ മാത്രം മതിയോ? ഇഷ്ടംപോലെ പൈസ വേണം. എത്ര പൈസ ഉണ്ടെങ്കിലും മതിയാവുന്നില്ല. നികുതി, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊല്ലുകയാണ് പിണറായി സർക്കാർ. ഒരു കാര്യം പൊന്നു പ്രേക്ഷകരോട് പറയാം, ഞാൻ പേഴ്സണലി കോൺഗ്രസോ CPM ഓ BJP ഓ ഒന്നുമല്ല. നിങ്ങൾ ആർക്ക് വോട്ടിടണമെന്ന് ഞാൻ പറയാം. അതായത് നിങ്ങളുടെ നാട്ടിലൊരു പക്ഷേ SDPI കാരനും, അതായത് RSS കാരനും, BJP കാരനും, LDF കാരനും, UDF കാരനുമായിരിക്കും വോട്ട് നിൽക്കുന്നത്. അവൻ നല്ലവനാണെങ്കിൽ അവൻ്റെ പാർട്ടി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വിളിച്ചപ്പോൾ ഓടിയെത്തുന്നവനാണെങ്കിൽ അവൻ RSS ആവട്ടെ, BJP ആവട്ടെ, SDPI ആവട്ടെ, UDF ആവട്ടെ, LDF ആവട്ടെ, എന്ത് മണ്ണാങ്കട്ടി ആവട്ടെ, അവനെ നിങ്ങൾ വോട്ടിട്ട് വിജയിപ്പിക്കണമെന്ന് പൊന്നു പ്രേക്ഷകരോട് പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, അതായത് നമ്മുടെ ലാലേട്ടനെ പറ്റിക്കുകയാണ് പിണറായി വിജയൻ. എന്താണ് സംഭവം എന്നല്ലേ ഓരോന്നോരോന്നായി ഞാൻ പ്ലേ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. ഓക്കെ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ലാലേട്ടനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം കണ്ടു. വളരെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷേ ആ ഇന്റർവ്യൂവിന് നമ്മുടെ ഖജനാവിൽ നിന്നും, അതായത് നമ്മളൊക്കെ കൊടുത്ത നികുതി പണത്തിൽ നിന്നും ഏകദേശം 11,21,000 രൂപയായത്. പിന്നെ ആവത്തില്ലേ 2 ചായ കുടിച്ച്, അതുപോലെ 2 ചെയർ ഇട്ട്, ഒരു ക്യാമറ വെച്ച്, ക്യാമറമാൻ, ഇതെല്ലാം കൂടെ എന്തായാലും 11,21,000 രൂപ ആവും. ഇതെങ്ങനെ കിട്ടിയെന്നറിയാവോ? ഒരു പൊതുപ്രവർത്തകൻ ഒരു വിവരാവകാശം കൊടുത്താണ്. പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് 11 ലക്ഷം രൂപ? ഇപ്പം ഞാനും ഒരാളും തമ്മിൽ ഒരു ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് പിണറായി വിജയൻ 11 ലക്ഷം? സത്യം പറഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, ലാലേട്ടനെ കുടിക്കാൻ ഒരു ജ്യൂസ്,
500 അതുപോലെ 500 അല്ലെങ്കിൽ 1000 ജ്യൂസ്, പിണറായി വിജയൻ 1000, 2000 ചിലവ്, അന്നത്തെ കറണ്ട് ബില്ല് മറ്റേതെന്നൊക്കെ ആയിട്ട് ഒരു 10,000 നമുക്ക് പിടിക്കാം. ഇവർ വലിയ ആൾക്കാർ നമ്മളെപ്പോലെ സാധാരണ വാറ്റിൽ ഇറങ്ങൂല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 10,000 രൂപ ചിലവ് വരുന്നിടത്ത് എങ്ങനെയാണ് 11 ലക്ഷവും 20,000 രൂപ ചിലവാകുന്നത് പിണറായി വിജയ? ഇത് നിങ്ങൾ ഉത്തരം തരണം പിണറായി വിജയ. ചോദ്യം ചോദിക്കുമ്പോൾ പിണറായി വിജയൻ പറയുകയാണ് വീട്ടിൽ പോയി ചോദിക്കുന്നത്. നാണമുണ്ടോ? പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇലക്ഷൻ വരാൻ പോകുന്നു നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ആരാണ് ഇതെങ്ങനെയാണ് നമുക്കറിയാം. ബാക്കിയും കൂടി കണ്ടു നോക്കാം. ദാണ്ടെ വിവരാവശ്യം കൊടുത്തതിന്റെ ആ പേപ്പർ എന്റെ കയ്യിലുണ്ട്. ആ പൊതുപ്രവർത്തകൻ പത്തനംതിട്ട വള്ളംകുളംകാരനായ റിജോ വള്ളംകുളം എന്റെ കൂടെ ഉണ്ട്. ഹായ്, നമസ്കാരം. എന്റെ അടുത്ത് ആദ്യം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. അത് ഒരു അബദ്ധം പറ്റി. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ ഇതിലേക്ക് എത്തി? സംസ്ഥാനത്ത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബഹുമാനപ്പെട്ട മോഹൻലാലിനെ വെച്ച് മുഖ്യമന്ത്രി നടത്തിയൊരു PR സ്റ്റന്റ് ആണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുകയുണ്ടായി. ആ ഇന്റർവ്യൂ എല്ലാ ചാനലിലും വന്നപ്പം എനിക്ക് തോന്നി ഇതിന്റെ കണക്ക് പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് തോന്നിയാണ് നമ്മൾ വിവരാവകാശം കൊടുത്തത്. കൊടുത്തു. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇത് ഖജനാവിൽ നിന്നും കാശ് എടുത്തിട്ട് എങ്ങനെ ചെയ്തോ, അതോ ചുമ്മാ കൊടുത്തു നോക്കിയതാണോ? എന്റെ പ്രതീക്ഷ CPM ഫണ്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെയ്ത് നമ്മുടെ നികുതിപ്പണം എടുത്താണ് ചെയ്തത്. നമ്മള് കഷ്ടപ്പെട്ട് നമ്മളിൽ നിന്ന് പിഴിഞ്ഞു മേടിച്ച കാശുണ്ടല്ലേ? അതെ അതെ അതെ. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ നാണമുണ്ടോ? നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇല്ലാതാവും, എനിക്കെതിരെ ഭീഷണി വരും. ചോദ്യം ചോദിക്കേണ്ട പിണറായി വിജയൻ. നാളുകളിൽ UDF ആണ് ഭരിക്കുന്നതെങ്കിലും BJP ആണ് ഭരിക്കുന്നതെങ്കിലും ഇങ്ങനെ നെറുകേട് കാണിച്ചാൽ ഞങ്ങൾ വിളിച്ച് പറയുക തന്നെ ചെയ്യും. ഇതൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കണ്ടേ? ഇതിന് ഏതെങ്കിലും ഒരു CPM-ന്റെ MLA ഉത്തരം തരുന്നുണ്ട്? ഇപ്പോൾ ഈ പറയുന്ന ലാലേട്ടന് കൊടുത്തു എന്ന്. ലാലേട്ടൻ 1 രൂപ പോലും മേടിച്ചിട്ടുണ്ടാവും? ഇത് ലാലേട്ടൻ ലൈവ് ഇട്ട് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. ലാലേട്ടന് പൈസ കിട്ടിയോ എന്ന്. കാരണം ജനങ്ങളുടെ പൈസയാണ്. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. എത്രയോ പാവപ്പെട്ട ഒരു ഭക്ഷണവും ഇല്ലാതെ വീടില്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കഴിയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനത്തെ പരിപാടി. ആ സമയത്താണ് ഒരു PR-ന് വേണ്ടി മാത്രമുള്ളതാണ് ഈ 11,24,000 എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ രണ്ടുപേരും അപ്പുറം കസേര ഇട്ടിരുന്ന ഈ ഒരു പരിപാടി നടത്തിയതിന് 11,21,000 രൂപ ആയത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പൊതുജനത്തിന്റെ കാശല്ലേ, അവർക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, എഴുതിയെടുത്താ പോരെ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ താണ്ടെ ഈ ഒരു കവർ നിറച്ച് ഒന്ന് തട്ടിക്കോട്ടെ, താണ്ടെ വിവരാവകാശം കൊടുത്ത കാര്യങ്ങളാണ് ഇരിക്കുന്നത്. താണ്ടെ ഇത് മൊത്തം പുറത്ത് വരാനുള്ളതല്ലേ? അതെ അതെ. ഇനി എന്തൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്? ഇപ്പൊ ഞാൻ നിലവില് സംസ്ഥാനത്ത് ക്യാൻസർ മരുന്നുകളുടെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള കാര്യത്തിന്റെ പുറകിലാണ്. തീർച്ചയായിട്ടും റിജോ വള്ളംകുളം, താങ്ക് യു. ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് വന്നതിന്, ഇത് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അതെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഒരു നാണക്കേടോ ബുദ്ധിമുട്ടോ ഉണ്ടാവത്തില്ല. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇത് എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ലാലേട്ടനായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നാണം കെടാൻ പോകുന്നത്. കാര്യം അദ്ദേഹം പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് വന്നൊരു പ്രോഗ്രാം ആയിരിക്കും എന്നത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇനി ഇത് കെട്ടിവെക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ, അല്ലേ? ഉറപ്പായിട്ടും വെക്കും. ഇത് അദ്ദേഹം കൊണ്ടുപോയതാണെന്ന് പറഞ്ഞിട്ട് എന്തായാലും തടി വരും. ലാലേട്ടൻ ഇത്തരത്തിലുള്ള കച്ചറ വർത്താനത്തിന് വരൂലായെന്ന് CPM-കാർക്ക് അറിയും. നാണമുണ്ടോ ഇവറ്റകൾക്ക്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ആ കേസ് കൊടുത്ത സഹോദരൻ, അതായത് അതിനെ ചോദ്യം ചെയ്ത സഹോദരന് ബിഗ് സല്യൂട്ട്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും രംഗത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണം നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. തെരഞ്ഞെടുപ്പാണ് വരുന്നത്. പിണറായി വിജയൻ കാണിക്കുന്ന ഈ ഒരു വൃത്തികേട് നിങ്ങൾ കേൾക്കണം. അതിനുശേഷം ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ആ ഒരു ഫോൺ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, മലയാള മനോരമയിലേക്ക് സ്വാഗതം. ഹലോ, ന്യൂസ് ബ്യൂറോയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. ഇന്നലെ ഞാൻ നേരിട്ട് നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതായത് പത്രസമ്മേളനത്തിൽ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടൊരു 5 ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള 5 ക്വസ്റ്റ്യൻസ് ഞാൻ അതിൻ്റെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പുള്ളിക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, 5 ക്വസ്റ്റ്യൻസ്. അപ്പം എന്നോട് പറഞ്ഞിരുന്ന തീർച്ചയായിട്ടും അത് വേണ്ട അടുത്ത പത്രസമ്മേളനം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകൻ അയച്ചു കൊടുക്കുമെന്നും തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനം ഞാൻ കണ്ടിട്ട് അതിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. സാർ ഇപ്പം നിലവിൽ ഓഫീസിലില്ല, മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. സാർ വരുമ്പോൾ പറയാം. അപ്പം ഞാൻ വളരെ ഗൗരവമുള്ള 5 ചോദ്യങ്ങളായിരുന്നു. അത് തീർച്ചയായിട്ടും ചോദിക്കും, ഇന്നത്തെ പത്രസമ്മേളനം തീർച്ചയായിട്ടും ചോദിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ എന്താ പറയുക, നമ്മളൊരു ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞിരുന്നു, മനോരമയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങളെ നേരിട്ട് ഞാൻ സമീപിച്ചത്.
എന്നിട്ട് അതിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്. ഞാൻ എന്തായാലും സാറിനോട് പറയാം, വിളിച്ചിരുന്നു പറയാം. വളരെ അർജൻറ്റാണ് കേട്ടോ, വളരെ അർജൻറ്റാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ശരി. ഹലോ ഹലോ. പറഞ്ഞോളൂ. ഞാൻ ഇന്നത്തെ പത്രസമ്മേളനവും കണ്ടായിരുന്നു. അതിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ 5 ചോദ്യങ്ങളും അയച്ചു കൊടുത്തായിരുന്നോ ഇത് ചോദിക്കാൻ ഉദ്ദേശിച്ച്? നമുക്ക് ഈ പറഞ്ഞ പോലെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട് അവരോട്. അല്ല, ഞാൻ വേറൊന്നും അല്ല. കാരണം ഇതിനകത്ത് എന്താണ് അതിൻ്റെ റീസൺ, അതായത് ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ എന്താണ് ഇവർ മടിക്കുന്നതെന്നൊരു കാരണം അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. കാരണം ഇത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് മനോരമ പോലൊരു ചാനൽ, ഇത്രയും പാരമ്പര്യമുള്ള ഒരു ചാനൽ, അതും നിങ്ങളെപ്പോലെ അത്രയും, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് മാധ്യമരംഗത്തെ ജയൻ്റാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. അതുപോലെയുള്ള ഒരു മാധ്യമ ഒരു സംരംഭത്തിന് പോലും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നത് എന്താണെന്ന് ഈ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള ഒരു രീതിയിലുമുള്ള ചോദ്യമില്ല, ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യവുമില്ല. ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ 5 ചോദ്യങ്ങളും. അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് അത് ചോദിക്കാൻ മടിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ചോദ്യത്തിൽ നിന്ന് ആ വ്യക്തിയെ പിന്മാറ്റുന്നതെന്നൊന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിക്കുന്നത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നും ചോദിച്ചില്ല, ഇന്നലെയും ചോദിച്ചില്ല. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇനി ഇലക്ഷന് 2 ആഴ്ചയും കൂടി ഉള്ളൂ. അപ്പം അതിനു മുമ്പ് ജനങ്ങൾക്ക് അതിനുള്ള ഉത്തരം പിണറായിയുടെ വായിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അത്രയും വൃത്തികേടുകളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുപണത്തിൽ നിന്ന് പണം എടുത്തിട്ടാണ് പുള്ളി ഓരോ ധൂർത്തും പുള്ളിയുടെ ഫ്ലെക്സും കാര്യങ്ങളും എല്ലാം കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതിലൊരു എന്തെങ്കിലും ഒരു തെറ്റ് ഇതുവരെ പുള്ളിക്ക് തെറ്റ് ചെയ്തതായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പുള്ളിയുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടതല്ലേ ശരിക്കും? അതെന്താണ് മാധ്യമപ്രവർത്തകർ, ഒരു സാധാരണക്കാരനെ, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് പോലും പുള്ളി, അതായത് എനിക്ക് നിങ്ങളൊരു അവസരം തരുവാണെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കും, എനിക്കൊരു മടിയില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് എന്താണ് മടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു കാരണം അറിയാനാണ് ഞാൻ വിളിച്ചത്. എന്തുകൊണ്ട് ഓക്കെ, നോക്കൂ നിങ്ങൾ, അതായത് PR പണിയെടുക്കുകയാണ് ചാനലുകൾക്ക് പേടിയാണ്. ഏഷ്യനെറ്റിന്, മനോരമ, റിപ്പോർട്ടർ പറയുന്നില്ല, അത് പിണറായിയുടെ ചാനൽ, അതിൻ്റെ പേര് മാറ്റണം, പിണറായി TV എന്ന് മാറ്റണം, റിപ്പോർട്ടർ എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നിലവിൽ ചാനലുകൾ വിചാരിക്കുന്നത് LDF തന്നെ അധികാരത്തിൽ വരും, അതുകൊണ്ട് പിണറായിയോട് ചോദ്യം ചോദിക്കുന്നത് വേണ്ട എന്നാണുണ്ടോ? ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പിണറായി വിജയന് ആരെയും പേടിക്കാതെ ഇത്ര ക്ലിയറിൽ സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ എന്തിൻ്റെ പേടിയാണ്? പൊന്നു മാധ്യമപ്രവർത്തകരോട് ഒരു കാര്യം പറയുകയാണ്, ഇവിടെ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ നമ്മളെ തൂക്കിക്കൊന്നാൽ പ്രശ്നമില്ല. നമ്മൾ കഞ്ചാവ് വിറ്റിട്ടോ ഒരുത്തനെ വെട്ടിക്കൊന്നിട്ടോ ഒന്നും അല്ലല്ലോ. പിണറായി വിജയൻ കാണിക്കുന്ന, ഇവിടുത്തെ സർക്കാർ കാണിക്കുന്ന, ഇന്ത്യൻ പൗരന്മാരല്ലേ നമ്മൾ. SIR നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ മെയിൻ പൗരന്മാരാണ്. അപ്പോൾ നമുക്കിവിടെ ചോദ്യം ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ പേരിൽ നമ്മളെ കൊന്നാലും പ്രശ്നമില്ല. മക്കളെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളതാണ്. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, BJPയും LDFും തമ്മിൽ ഡീലെന്ന് പറഞ്ഞിട്ട് ശക്തമായ തെളിവോടുകൂടി ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് വെച്ച് തരാം. ഞാനൊന്ന് AC ഒന്ന് ഓണാക്കാം, ഭയങ്കര ചൂടാണ്. AC ഓണാക്കിയാൽ പെട്ടെന്ന് പെട്രോൾ തീരും, അതുകൊണ്ടാണ്. ഓക്കെ, ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. തോക്കൊന്നും ഇറങ്ങിക്കണം, എന്താണ് BJP ആയിട്ട് ഡീലാ? ഈ നുണ നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്ട്സ് ഉണ്ട്. അത് വേഗം പറയാം. 2016 BJP നിയമത്ത് വിജയിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അത് എങ്ങനെയാണെന്ന് അന്ന് യൂത്ത് കോൺഗ്രസുകാർ തന്നെ പറഞ്ഞിരുന്നു. മറന്നു? കൊച്ചിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മന്ത്രി VS ശിവകുമാറിനെതിരെ കടുത്ത വിമർശനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളാണ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവകുമാർ BJPക്ക് വോട്ട് മറിച്ചതായി ഭാരവാഹികൾ ആരോപിച്ചു. ഇനിയും വിശ്വാസം വരാത്തവർക്കായി എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ് നേതാവ് ശിവകുമാർ ഈ ഡീൽ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം, കണ്ടോ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VS ശിവകുമാറിനെ ഇന്ന് ED ചോദ്യം ചെയ്തു. 10:30 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ശിവകുമാറിനെതിരെ നിരവധി പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ആശുപത്രി വാങ്ങിയതും അനധികൃതമായി വിദേശ യാത്രകൾ നടത്തിയതും ബിനാമി പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതും അടക്കമുള്ള ആരോപണങ്ങളാണ് ശിവകുമാറിനെതിരെ ഉയർന്നിരുന്നത്. ഈ വാർത്തയിൽ പറയുന്ന കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിനെ ഇത്തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അത് ഏത് ഡീലിന്റെ ഭാഗമാണെന്ന് എടുത്തു പറയണ്ടല്ലോ. ഇനിയും വിശ്വാസം വരാത്തവർ VD സതീശന്റെ രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചുള്ള ഈ ഡയലോഗ് ഒന്ന് കേട്ടു നോക്ക്. ഇഷ്ടംപോലെ ആളുകൾ BJP ഐഡിയോളജി ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല അദ്ദേഹത്തോടല്ലല്ലോ. എന്നാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു BJPയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ അദ്ദേഹം ലേറ്റ് എൻട്രികളാണ്. കളമശ്ശേരിയിൽ
ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് കേസ് നേരിടുന്ന രാജീവ് ചന്ദ്രശേഖർ BJP ഐഡിയോളജിയുള്ള ആളല്ലെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. എന്തിന്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, RSSന്റെ ആചാര്യൻ ഗോൾവാക്കർ എഴുതിയ വിചാരധാരയിൽ അവരുടെ മൂന്നാമത്തെ ആഭ്യന്തര ശത്രുവായി പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളെയാണ്. അതേ ഗോൾവാക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്ന് ദീപം തെളിയിച്ച് നന്ദി പ്രകടിപ്പിച്ച ആളാണ് സാക്ഷാൽ VD സതീശൻ. ഇവരിൽ ആരെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ഓർക്കുക, BJP വളർന്ന സംസ്ഥാനങ്ങളിലൊക്കെ നേതാക്കളെയും MPമാരെയും MLAമാരെയും ഒക്കെ BJPക്ക് സംഭാവന ചെയ്തത് സാക്ഷാൽ കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു. കേരളത്തിൽ പോലും അങ്ങനെയല്ലേ സംഭവിച്ചത്? പത്മജ മുതൽ ആന്റണിയുടെ മകൻ വരെയുള്ളവർ അതിന്റെ തെളിവാണ്. സോ സൂക്ഷിച്ച് വോട്ട് ചെയ്യുക. മാധ്യമങ്ങൾ ഒരിക്കലും എക്സ്പോസ് ചെയ്യാത്ത ഇത്തരം ഡീലുകളുടെ കഥകളുമായി വീണ്ടും കാണാം. ഓക്കെ, ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രമേശ് പിഷാരടിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് രാഹുലിനെ കുറിച്ചിട്ട്. അതിനുള്ള ഉത്തരം നമ്മുടെ രമേശ് പിഷാരടി കൊടുക്കുന്നു. അതിനുശേഷം അൻസാരി ദുഹൂരി ഉസ്താദിൻ്റെ ഒരു വലിയൊരു കേസുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇനിയും വൈകും. ഇപ്പം തന്നെ 14-15 മിനിറ്റായി. അപ്പോൾ നമുക്ക് 20 മിനിറ്റിൽ എങ്ങനെയെങ്കിലും നിർത്തണം. എന്തായാലും രമേശ് പിഷാരടിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. രാഹുൽ വന്നിറങ്ങുന്ന സമയത്ത് വളരെ പോസിറ്റീവായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പോകുമ്പോൾ വളരെ നെഗറ്റീവായിരുന്നു. തൊട്ടു പിന്നാലെ പ്രശോഭിൻ്റെ വിഷയം വരുന്നു. അപ്പോൾ ഇത് ഒരു തിരിച്ചടിയായിട്ടും അത് ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ പിഷാരടി എന്നൊരു സ്ഥാനാർത്ഥിയെ. എനിക്ക് വിഷമമുണ്ട്, സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുക, അതിനു വേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ള ആളുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. ഞാനിവിടെ വന്നിട്ട് 10 ദിവസമാകുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന് ഓരോ മണ്ഡലം കമ്മിറ്റികൾ വഴിയും അല്ലാതെയും ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതാത് പ്രദേശത്തെ ആളുകൾ എന്നോടൊപ്പം കൂടുന്നുണ്ട്, വരുന്നുണ്ട്. ഞാൻ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് തന്നെ. ഞാൻ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസത്തിനകം ഇങ്ങനൊരു വാർത്ത കേൾക്കേണ്ടി വരുമ്പോൾ അതൊരു നീതികേടാണ്. ആ നീതികേട് മാറണം. അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മൊത്തം പുറത്താക്കി. അതാണല്ലോ ഇപ്പോൾ ഇമ്മീഡിയറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ നടന്നെങ്കിൽ ഉറപ്പായും ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നത്. അത് ജീവിതയ്ക്കൊപ്പം തന്നെയാണ്, ഒരു സംശയമില്ല. 100% ആണ്. ഒരു മൊട്ട എന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് പിഷാരടി നിരവധി പുതിയ കേസ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പാലക്കാടിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതൊരു കോൺഗ്രസ് നേതാവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മൊട്ട ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലും പിഷാരടി അല്ല ആ പെൺകുട്ടിയുടെ ഭാഗം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് വന്ന വലിയൊരു ഡ്രാമ കളിയാണെന്ന് പൈസ മേടിച്ചിട്ട് കൊടുക്കുന്ന കേസ് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനെങ്ങാനും പിഷാരടി അത് പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ഇന്ന് മൊട്ടക്ക് വാർത്ത കൊടുക്കാമല്ലോ. പൊന്നുപ്രേക്ഷകരെ, അൻസാരി ദുഹൂരി ഉസ്താദ് അഖിൽമാരാർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തിരി വിവാദമാണ്. നമുക്കെന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ.
മക്കളെ, അഖിലേട്ടന് നല്ല ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. അഖിലേട്ടന് വല്ലാതെ ഫീൽ ആയിട്ടുണ്ട്. അഖിലേട്ടൻ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നലകളിൽ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അവർ, അതായത് ഇന്നലകളിൽ അഖിലേട്ടനോടൊപ്പം മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു. മുസ്ലിം സമൂഹം അദ്ദേഹത്തോടൊപ്പം വലിയ താല്പര്യപൂർവ്വം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്നു അല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലകൾ ഉണ്ടായിരുന്നു, അദ്ദേഹം സമ്മതിച്ചിട്ടാണ് പറയുന്നത്. ഇന്നലകളിൽ അഖിലേട്ടനോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതമോ അദ്ദേഹത്തിൻ്റെ വിശ്വാസമോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമോ ഒന്നും അദ്ദേഹത്തോടൊപ്പം മുസ്ലിം സമുദായം ചേർന്ന് നിൽക്കുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ ഈ 2020 ഇന്ത്യയുടെ ഭാഗമായ ആ നിമിഷം, ആ മൊമെന്റിൽ അവരെന്നെ തെറി വിളിക്കാൻ തുടങ്ങി. ആരായിരിക്കും തെറി വിളിച്ചത്? നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, നമ്മളാരും തെറി വിളിച്ചിട്ടില്ല. പക്ഷേ അഖിലേട്ടൻ തന്നെ പറഞ്ഞു ഇന്ത്യയുടെ ഭാഗമായതിനു ശേഷമാണ് തെറി വിളിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വിളിച്ചിട്ടില്ല. അഖിലേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നു. അഖിലേട്ടൻ സമ്മതിച്ചു, അഖിലേട്ടനോടൊപ്പം മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾക്കാർ എല്ലാം തന്നെ ഞാൻ BJP-യുമായി ചേർന്നു എന്ന് പറഞ്ഞവർ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അഖിലേട്ടനോട് തുറന്നു പറഞ്ഞു. അഖിലേട്ടൻ ലവ് യു എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ശേഷം എന്താ സംഭവിച്ചത്? എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. BJP-യുടെ ഭാഗമായത് മുതൽ തെറി വിളിക്കാൻ തുടങ്ങി. തെറി വിളിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിയല്ല, ഒട്ടും ശരിയല്ല. നമ്മളാരും ഇന്ന് വരെ അഖിലേട്ടനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് എടുത്തു പറയാണ്, തെറി വിളിച്ചെങ്കിൽ മോശമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അഖിലേട്ട, നിങ്ങൾ ഹിന്ദുമത വിശ്വാസിയാണ്, നിങ്ങൾ ബിഗ് ബോസ് താരമാണ്, നിങ്ങൾ പല കഴിവുകളുള്ള പ്രതിഭയാണ്, അപ്പോഴൊക്കെ നിങ്ങളോട് വലിയ ഇഷ്ടം പ്രകടിപ്പിക്കുക, നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഒരു സമൂഹം നിങ്ങളെ എതിർക്കാൻ തുടങ്ങി എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ BJP പോയാൽ അങ്ങനെ എതിർക്കുമോ? ഇല്ല. BJP പോകുന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന ചില വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യം ഞാൻ എണ്ണി പറയേണ്ട കാര്യമില്ല, അഖിലേട്ടനിൽ നിന്ന് തന്നെ അത് വ്യക്തമാകും. നോക്കിയോ, കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട, വെടിയേറ്റ് മരണപ്പെട്ട അല്ലെങ്കിൽ വീരമൃത്യു അടഞ്ഞ രാമേന്ദ്രേട്ടന്റെ വീട്ടിൽ ഞാൻ പോയി ഒരു ഫോട്ടോയുടെ സ്റ്റോറി ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടു. അതിന്റെ അടിയിൽ വന്നിട്ട് തെറി വിളിക്കുകയാണ്. അഖിലേട്ട, കാശ്മീർ പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമേന്ദ്രന്റെ വീട്ടിൽ അഖിലേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒരു യഥാർത്ഥ മുസൽമാനും അങ്ങേ തെറി വിളിക്കത്തില്ല. 100% ഈ നാട്ടിലുള്ള ഈ ബഹുസ്വര സമൂഹത്തിലെ എല്ലാവരും, ഈ നാട്ടിലെ RSSകാരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഒരു രാമേന്ദ്രന്റെ വീട്ടിൽ പോയാൽ എന്താ പ്രശ്നം? ആ കൊല്ലപ്പെട്ട 80 പേരും അല്ലെങ്കിൽ 70 പേരും നമ്മുടെയൊക്കെ സഹോദരങ്ങൾ തന്നെയല്ലേ? സത്യത്തിൽ അവിടെ കൊല്ലപ്പെട്ടത് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവരാണോ? രക്ഷിക്കാൻ പോയവർ കൊല്ലപ്പെട്ടില്ലേ? മുസ്ലിമീങ്ങൾ സംരക്ഷണം കൊടുത്തില്ലേ? പാകിസ്ഥാൻ ഈ പഹൽഗാമിൽ നടത്തിയ ഈ ഭീകരാക്രമണം ഭീകരവാദം തന്നെയാണ്, തനിച്ച തീവ്രവാദം തന്നെയാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ്. ആർക്കാ സംശയമുള്ളത്? ഈ പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുമ്പോഴും ഇതിൻ്റെ ഇരയാക്കപ്പെട്ട മനുഷ്യർ ഓടി ഒളിച്ചപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുത്തതുപോലും മുസ്ലിമീങ്ങളാണ് എന്ന്, കാശ്മീരിലെ സാധുക്കളായ മുസ്ലിമീങ്ങളാണെന്ന് തന്നെ എത്ര റിപ്പോർട്ടുകൾ വന്നു. നമ്മുടെ നാട്ടിലുള്ള എത്ര ആളുകൾ അംഗീകരിച്ചു. അതിൽ ഇരയാക്കപ്പെട്ട മനുഷ്യർ പോലും അതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ ഭാഗമാകേണ്ടി വന്ന മനുഷ്യർ തന്നെ തുറന്ന് സമ്മതിച്ചതല്ലേ? ഇനി അഖിലേട്ടൻ ഇനി ശ്രദ്ധിച്ചോ, നിങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് തെറി വിളിച്ചോ. ഞാൻ ആ വീട്ടിൽ പോയ ഒരു ഫോട്ടോ ഇടുമ്പം നമ്മുടെ ഈ രാജ്യത്ത് മതം നോക്കി, ഇതാണ് പ്രശ്നം. ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഇപ്പം അഖിലേട്ടൻ പറയുന്ന പാറ്റേൺ. ഞാനൊരു സൈനികനോടൊപ്പം ഫോട്ടോ എടുത്തപ്പോൾ എന്നെ വന്ന് തെറി വിളിക്കുന്നു, ഞാൻ ചന്ദനക്കുരു തൊട്ടപ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നു, ഞാൻ ഇതുവരെ ഒരു പ്രശ്നമില്ല അമ്പലത്തിൽ പോയതിനു ശേഷം എന്നെ ക്രൂരം. ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ ടീം എടുക്കുന്ന സ്ഥിരം നമ്പരാ. അഖിലേട്ടൻ ഇത് എടുക്കലോടുകൂടി, അതായത് അഖിലേട്ടൻ ഈ പറയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൂടി അഖിലേട്ടൻ അല്ലാതായി മാറുകയാണ്. ഏട്ടനല്ലാതായി മാറുകയാണ്. വേറെ എന്തോ ഒരു മനുഷ്യൻ, അതായത് നമ്മളിപ്പോൾ ഈ കണ്ട ചില വെറും ചാവാലികളായും വർത്താനം പറയുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. ഇതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വെറും താറ സംസാരം. ഇപ്പം ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ച സംസാരം കണ്ടില്ലേ? ഏതും മനുഷ്യൻ ഇത് മുഖവിലേക്ക് എടുക്കും. ഏതും മനുഷ്യൻ. സുരേന്ദ്രനൊക്കെ പറയുന്നത് പോലെ മുസ്ലിയാക്കന്മാർ തുപ്പിയിട്ടാണ് ഇവിടെ ഹലാല് ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞ അതേ സുരേന്ദ്രൻ തന്നെ ഇപ്പം മലബാറിലെ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി നോമ്പുറക്ക് ഭക്ഷണം കഴിച്ചില്ലേ? തുപ്പിയിട്ടാ കൊടുത്തേ. ഇതുമാതിരിയുള്ള ചവറ് വർത്താനം, ഈ പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അംഗത്വം എടുത്തിട്ടുള്ള അവരുടെ നേതാക്കന്മാരുടെ വർത്താനാണ്. അതേ വർത്താനം തന്നെ ഇപ്പം അഖിലേട്ടനിൽ രൂപപ്പെട്ടില്ലേ? ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ജനങ്ങൾ എതിർക്കുന്നത്. എന്തുകൊണ്ടറിയോ? നിങ്ങൾ ഈ കേരളീയ മനസ്സിനോടൊപ്പം ആകത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നാം തരം ഒരു വിവരമില്ലാത്ത ഒരു വടക്കേ ഇന്ത്യക്കാരൻ, ഈ പാൻ മസാലയും കഴിച്ചുകൊണ്ട് നടക്കുന്ന, യാതൊരുവിധ ബോധമില്ലാതെ അപരമത വിദ്വേഷം പച്ചക്ക് പ്രസംഗിച്ചു നടക്കുന്ന, വാട്ടർ ടാങ്കിൽ വിഷം കലക്കി, നമ്മൾ വാർത്ത കണ്ടതല്ലേ, ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ, മുസ്ലിമായ പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ വേണ്ടി അവിടുത്തെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയത് അഖിലേട്ടൻ കണ്ട ആ വാർത്ത വായിച്ചിട്ടില്ലായിരുന്നു. അത്രയും ക്രൂര മനസ്സുള്ള ജനമനുഷ്യ